നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട കിടിലം ഹൈ ഗ്രാഫിക്സ് ഗെയിംസ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ ചാനലിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഗ്രാഫിക്സ് ഉള്ള ഗെയിമുകളാണ്. ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ നമ്മുടെ ഗെയിം അസാസിൻസ് ക്രീഡ് മിറാഷ്. ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സ് നിങ്ങളൊന്ന് നോക്കിയേ, എന്ത് കിടിലാണല്ലേ. നിങ്ങളൊരു കമ്പ്യൂട്ടറിൽ കളിക്കുന്ന അതേ ഗ്രാഫിക്സും അതേ റിയാലിറ്റിയിലാണ് ഈ ഗെയിം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഫുട്ടേജ്, ഞാൻ ഈ കളിക്കുന്ന ഫുട്ടേജ്, ഇത് മീഡിയം ഗ്രാഫിക്സിലാണ്. നിങ്ങൾക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടൊരു ഫോൺ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രീം അല്ലെങ്കിൽ ഹൈ ഗ്രാഫിക്സിലിട്ട് കളിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തരുന്നത്. നിങ്ങൾ ലിറ്ററലി എല്ലാ അസാസിൻസ് ക്രീഡ് ഗെയിമിലും ചെയ്യുന്നത് പോലെ തന്നെ ഒരു സ്റ്റോറി ലൈൻ മൊത്തം നിങ്ങൾ കളിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു ഗെയിം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കുന്ന രീതിയാണ്. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓരോ മിഷൻസും നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കി അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ഫോണിൽ കളിക്കാനായിട്ട് ഒരു പാടുമില്ല. നിങ്ങൾ മിഷൻസ് കളിക്കണമെന്നുമില്ല. ഈ ഒരു ഗെയിമിനകത്ത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് ത്രൂ ചെയ്യാൻ തന്നെ ഭയങ്കര രസമാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഗെയിം ആക്ച്വലി ഇപ്പോൾ iOS മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഉടനെ തന്നെ ആൻഡ്രോയിഡിലോട്ടും വരുന്നതായിരിക്കും. അടുത്ത നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡെലിവറി. ഈ ഗെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ ബീൻ ആനിമേറ്റഡ് സീരീസിൻ്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഭയങ്കര വലിയ ഫാനാണ്. ലൈക്ക് ഐ ലവ് ദാറ്റ് സീരീസ്. അപ്പോൾ മിസ്റ്റർ ബീൻ ആനിമേറ്റഡ് സീരീസിൻ്റെ ഒരു ഗെയിം വേർഷനാണ് ഈ ഒരു കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഒഫീഷ്യൽ മിസ്റ്റർ ബീൻ ടീം തന്നെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ ബീൻ്റെ നമ്മുടെ വണ്ടി ഉണ്ടല്ലോ, മിനി കൂപ്പർ. ആ മിനി കൂപ്പറിൻ്റെ മേളിലായിട്ട് കുറേ പെട്ടികൾ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കും. ആ പെട്ടികളും കൊണ്ട് മലയൊക്കെ താണ്ടി നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ കൊണ്ടുകൊടുക്കണം. ചിലപ്പോൾ മിസ്റ്റർ ബീൻ്റെ ഗേൾ ഫ്രണ്ടിനായിരിക്കും നമ്മൾ പോയി കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മിസ്സിസ് വിക്കറ്റിനായിരിക്കും ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ആർക്കായാലും ഈ കൊണ്ടുപോകുന്ന പെട്ടികൾ താഴെ വീഴാതെ നിങ്ങൾ നോക്കണം. ആൻഡ് ആദ്യത്തെ ഒരു 5 ലെവലൊക്കെ സൂപ്പറായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. പിന്നീട് കടുക്കുമല്ലോ മോനെ. ബട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്, ട്രൈ ചെയ്യുക. അടുത്ത ഗെയിമിൻ്റെ പേര് ബഗ്സ്നാക്സ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഐലൻഡിൽ അകപ്പെട്ടു പോകും. ആ ഐലൻഡിൻ്റെ അകത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ടാസ്ക്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഇതുവരെ പോയിട്ടില്ലാത്തതും അല്ലെങ്കിൽ ഒരു ഐലൻഡ് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇവർ ആക്സിഡൻ്റലി എത്തും. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് പേഴ്സൺ ആയിട്ടാണ് കളിക്കുന്നത്. നമ്മുടെ കൂടെ ഒരു കമ്പാനിയൻ കാണും. ആ ഒരു കമ്പാനിയൻ ആയിരിക്കും നമ്മൾ കുറേ ടാസ്കുകൾ ചെയ്യേണ്ടത്. ബട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. ഈ ഒരു ഐലൻഡിനകത്ത് കുറേ സ്പെഷ്യൽ ജീവികളുണ്ട്. ഈ സ്പെഷ്യൽ ജീവികളെല്ലാം ഫോട്ടോഗ്രാഫ് ചെയ്ത് സേവ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ജീവികളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പിടിച്ച് കഴിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ കഴിക്കുകയും ചെയ്യണം. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഡെഫിനറ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. കറൻ്റ്ലി ഈ ഒരു ഗെയിമും iOS മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഉടനെ തന്നെ ആൻഡ്രോയിഡിലേക്കും വരും. അടുത്ത ഗെയിം ഇതൊരു ഹൈ ഗ്രാഫിക്സ് ഗെയിം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഡം വേസ് ടു ഡൈ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 ചാൻസ് വരും. 3 ചാൻസിനകത്ത് നമുക്ക് 3 ടാസ്കുകളായിരിക്കും. ഈ ഓരോ ടാസ്കിലും നമ്മൾ മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കുറേ മൊമെൻറ്റുകളായിരിക്കും. നമ്മുടെ എബിലിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ മരിക്കാതെ നിലനിൽക്കണം. മനസ്സിലായോ? ഗെയിമിൻ്റെ മിഷൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു വേയിലാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ വെറുതെ നിൽക്കുന്ന സമയത്ത് മീൻ വന്ന് തലയിൽ വീണിട്ടായിരിക്കും നിങ്ങൾ മരിക്കുക. അപ്പോൾ മീൻ വന്ന് തലയിൽ വീഴാതിരിക്കാനായിട്ട് നിങ്ങൾ അതിനകത്ത് അവർ പറയുന്ന പോലെ ചെയ്യണം. പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും സാധനം കിടലുമാണ്. അടുത്ത ഗെയിമാണ് ഗിയർ ക്ലബ് സ്റ്റാർഡേൽ. റേസിംഗ് ഗെയിമുകളിൽ ആസ് ഓഫ് നോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തതിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ അകത്ത് നിങ്ങൾ ജസ്റ്റ് വണ്ടി ഓടിക്കുക. റേസിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, വണ്ടി ഓടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നല്ല ഗ്രാഫിക്സും അതോടൊപ്പം തന്നെ ഭയങ്കര നല്ല ഗെയിം ഫിസിക്സുമാണ്. നിങ്ങളിപ്പോൾ റേസിംഗ് എൻജോയ് ചെയ്യുന്നവരാണ്, നിങ്ങൾ കാർസ് ഓടിക്കാനും കാർസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിലേക്ക് ഉറപ്പായിട്ടും കയറി പോകുന്നതാണ്. ഈ ഒരു ഗെയിമും ഇപ്പം iOS മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെ ആൻഡ്രോയിഡിലോട്ടും വരും. അടുത്ത ഗെയിം എൻ്റെ ഈ ഒരു ലിസ്റ്റിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ആണ്, പറയാതിരിക്കാൻ വയ്യ. സ്റ്റാർ വാർസ് ഹണ്ടേഴ്സ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റാർ വാർസ് സീരീസ് ഇല്ല, അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. മൾട്ടിപ്ലെയേഴ്സ് ആണ്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഓപ്പോസിംഗ് ആയിട്ടൊരു 10 പേര് വരും, നമ്മളൊരു 10 പേര് കാണും. ജസ്റ്റ് പോയി ഇറങ്ങുക, വെടിവെക്കുക. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഗെയിമിൻ്റെ മോഷൻസും ഗെയിമിൻ്റെ ഫിസിക്സും എല്ലാം ഭയങ്കര രസമാണ്. ആൻഡ് ഗ്രാഫിക്സും അത്യാവശ്യം നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ആരും ഇതുവരെ കേരളത്തിൽ ഈ ഒരു ഗെയിം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. എനിവേ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ സ്റ്റാർ വാർസ് ഹണ്ടേഴ്സ് വെരി ഗുഡ് ഗെയിം, മസ്റ്റ് ട്രൈ. അടുത്ത ഗെയിം ഒരു ഫണ്ണി ഗെയിമാണ്. ഫിഷേഴ്സ് കാറ്റ് എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. എന്താണെന്ന് വെച്ചാൽ ഒരു പൂച്ച വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് മീൻ പിടിക്കുന്നു. അപ്പോൾ ഇതെന്താ സംഭവം വെച്ചാൽ ഒരു പൂച്ചേനെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് നമ്മളിങ്ങനെ ഒരു അമ്പ് വന്ന് മീനിനെ കുത്തി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. ആ സാധനം, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ. അപ്പോൾ അത് വെച്ചിട്ടാണ് മീൻ പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ റെയറസ്റ്റ് ആയിട്ടുള്ള മീനുകളും വരും, ആസ് യൂഷ്വൽ കാണപ്പെടുന്ന മീനുകളും വരും. അപ്പോൾ ഇതിനെല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. പക്ഷേ ഈ ഒരു മീനുകൾക്കിടയിൽ നമ്മുടെ ജെല്ലി ഫിഷ് വരും.
എങ്ങാനും അറിയാണ്ടായാൽ പോലും നിങ്ങൾ ഈ ജെല്ലി ഫിഷിനെ വല്ലതും കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷോക്ക് അടിച്ച് മരിക്കും. അപ്പോൾ ജെല്ലി ഫിഷിനെയും കൊല്ലാതെ നിങ്ങൾ ഈ ജെല്ലി ഫിഷിൻ്റെ ഇടയിൽ നിന്ന് മീനുകളെ പിടിക്കണം. അതിന് നല്ല രീതിയിൽ ഉന്നം വേണം, നല്ല റിഫ്ലെക്സും വേണം. കാരണം ഓരോ മീനിനെയും കാണുന്ന സമയത്ത് ആ മീനിൽ നമ്മൾ ടാപ്പ് ചെയ്യപ്പോഴാണ് ആ മീനിൻ്റെ ശരീരത്തിലോട്ട് ഈ സാധനം പോയി കുത്തി കയറിയിരിക്കുന്നത്. അടുത്ത നമ്മുടെ ഗെയിമാണ് അപ്പെക്സ് റേസിംഗ്. ഈ അപ്പെക്സ് റേസിംഗ് ലൈക്ക് നിങ്ങൾ റേസിംഗ് ഇഷ്ടപ്പെടുന്നവരാണ്, എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോണ് ഭയങ്കര ഹൈ എൻഡ് അല്ല, ഒരു മിഡ് റേഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ അപ്പെക്സ് റേസിംഗ് വൺ ഓഫ് ദ നൈസസ്റ്റ് ഗെയിമാണ്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഈ റേസിംഗ് ഗെയിമുകളെ പറ്റിയിട്ട് നമുക്ക് ഭയങ്കര വലുതായിട്ട് പറയാനൊന്നുമില്ല. ഞാൻ ഈ റേസിംഗ് ഗെയിം ആഡ് ചെയ്യുന്നത് എന്തെന്ന് അറിയാമോ? ഞാൻ ആകെ F1 ടൈപ്പ് ഓഫ് ഗെയിമുകൾ മാത്രമേ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാൻ കളിക്കാറുള്ളൂ, അല്ലാത്ത റേസിംഗ് ഗെയിമുകളൊന്നും ഞാൻ കളിക്കാറില്ല. പക്ഷേ നിങ്ങൾ റേസിംഗ് ഗെയിം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചോയ്സ് തരുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു മിഡ് റേഞ്ച് ഫോണാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രാഫിക്സിൽ നല്ല സ്മൂത്തായിട്ട് കളിക്കണമെങ്കിൽ അപ്പെക്സ് റേസിംഗ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അടുത്ത ഗെയിമിൻ്റെ പേരാണ് ട്രക്കേഴ്സ് ഓഫ് യൂറോപ്പ് 4. ഇതിൻ്റെ 4 വേർഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇതിനകത്ത് അവർ ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. 2 GB ആണ് ഇതിൻ്റെ ഗ്രാഫിക്സ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂറോപ്പിലെ മറ്റേ ട്രക്ക് ഡ്രൈവിംഗ് പരിപാടികളൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കുറേ പിള്ളേരുണ്ടല്ലോ, അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഗെയിം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇതിനകത്ത് ട്രക്ക് ഓടിക്കുന്നത് ഭയങ്കര എളുപ്പമായിട്ട് നിങ്ങൾ കാണണ്ട. വലിയ നീളമുള്ള ട്രക്കൊക്കെ തന്നിട്ട് ഒരു ചെറിയൊരു മുടുക്കൊക്കെ വളയാൻ പറയും. എൻ്റെ മോനെ അതെങ്ങനെ വളച്ചെടുക്കും എന്നുള്ളത് നമുക്ക് ഒരു ധാരണയും കാണൂല. എങ്ങാനും ഏതെങ്കിലും ഒരു ട്രെയിലർ അങ്ങോട്ടും ഇങ്ങോട്ടും വളയോ പൊട്ടേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടി അതേപോലെ പോവുള്ളൂ. അപ്പോൾ നല്ല സ്കില്ല് വേണം. കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ഗെയിമുകളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിമാണ് കോൾ ഓഫ് ഡ്യൂട്ടി വേൾഡ് വാർ 2. അതേപോലത്തെ ഒരു മൊബൈൽ ഗെയിമുണ്ട്, യൂറോപ്പ് ഫ്രണ്ട് റീമാസ്റ്റേർഡ്. ഇത് യൂറോപ്പ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഗെയിം ഓൾറെഡി ഉണ്ടായിരുന്നു. അതിനെ റീമാസ്റ്റർ ചെയ്ത് കുറച്ചുകൂടി ഗ്രാഫിക്സ് കൂട്ടി വേറെ ലെവലാക്കിയിട്ടുണ്ട്. നിങ്ങൾ കോൾ ഓഫ് ഡ്യൂട്ടി വേൾഡ് വാർ 2 എങ്ങനെയാണോ കളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കളിക്കാൻ പറ്റുന്നത്, അതേ ക്വാളിറ്റിയിൽ അതേ എലമെൻറ്റ്സും അതേ സ്റ്റോറി ലൈനും നമുക്ക് ഇതിനകത്ത് കിട്ടും. ലൈക്ക് ഇത് നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ബിക്കോസ് സ്റ്റോറി മൊത്തം നമുക്കിങ്ങനെ അറിഞ്ഞ് പോകാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ ഗെയിം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ബെൽ ബട്ടൺ അമർത്താം. കാരണം നമ്മൾ പുതിയ വീഡിയോ ഇടപ്പോൾ ബെൽ ബട്ടൺ അമർത്തിയാലേ കാണാൻ പറ്റുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടിരുന്നതായിരിക്കും. ബൈ.